അനീഷ്, ഏറെ ഞെട്ടലുളവാക്കുന്ന കഥകളാണ് അനീഷിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. നമ്മുടെ നാട്ടിൽ ഇവിടെ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ ഉണ്ട്. ഒരു തട്ടിപ്പ് കേസിലെ പ്രതി ഈ രീതിയിൽ തട്ടിപ്പുമായി വർഷങ്ങളോളം മുന്നോട്ട് പോകുന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന കാര്യം. എങ്ങനെയാണ് അനീഷിന് ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിലേക്ക് എത്താൻ കഴിഞ്ഞത്? എങ്ങനെയായിരുന്നു ഇയാളുടെ തട്ടിപ്പ് രീതികൾ? കൂടുതൽ ആളുകൾ ഇരകളായിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്? ടോം, ഹാർഡ്, തേക്ക്, മാഞ്ചിയം, ടോട്ടൽ ഫോർ യു, സോളാർ തട്ടിപ്പ് എന്നിങ്ങനെ തട്ടിപ്പിനാൽ സമൃദ്ധമാണ് നമ്മുടെ നാട്. പക്ഷേ ഓരോ തട്ടിപ്പ് കഴിയുമ്പോഴും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും പുതിയ തട്ടിപ്പുകളിലേക്ക് വഴുതി വീഴുന്ന ഒരു പ്രവണതയാണ്. നമുക്കറിയാം, വലിയ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു ജനതയാണ്. പക്ഷേ പലപ്പോഴും ആ തട്ടിപ്പിലേക്ക് വഴുതി വീഴാൻ ഈ മുൻകാല പരിചയങ്ങളൊന്നും മലയാളികളെ സഹായിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു കാലത്ത് കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത വിഷയമാണ് സോളാർ തട്ടിപ്പ് കേസ്. ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും ചേർന്ന് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുകയും പിന്നീട് അവർക്ക് ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ച് നൽകാതിരിക്കുകയും ചെയ്തു. ഒപ്പം ഈ സോളാറിൻ്റെ ഏജൻസി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടിയും ഒരുപാട് പേരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി ടീം സോളാർ മാറി എന്നൊക്കെയായിരുന്നു ഇവരുടെ അവകാശവാദം. ടെനി ജോപ്പനും ജിക്കുവും അടക്കമുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവനക്കാരടക്കം സരിത എസ് നായരോടൊപ്പം ചേരുകയും ബിജു രാധാകൃഷ്ണനെ സഹായിക്കുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് കേവലം സാമ്പത്തിക തട്ടിപ്പിനപ്പുറം ഈ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന, ലൈംഗിക വിവാദങ്ങൾ അടക്കം ഉയർന്നു വന്ന ഒരു കേസായി അത് മാറിയിരുന്നു. ഇത്തരമൊരു കേസ് അവസാനിക്കുന്നു. പിന്നീട് ബിജു രാധാകൃഷ്ണൻ ഭാര്യ രശ്മിയെ കൊന്ന കേസിന് അത് രശ്മി ബിജുവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതേ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു, ജയിലിൽ കഴിയുന്നു. ഇതിനിടയിലാണ് സോളാറുമായി ബന്ധപ്പെട്ട കേസുകളും വരുന്നു. ആ കുറ്റത്തിലും ചില തടവ് ശിക്ഷയൊക്കെ ലഭിക്കുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ബിജു രാധാകൃഷ്ണനെ സുപ്രീം കോടതിയിൽ നിന്നും കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. അതിന് ഒരു ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ആ കേസ് വാദിച്ചതൊരു വനിതാ അഭിഭാഷകയായിരുന്നു എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷം ബിജു രാധാകൃഷ്ണൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പിന്നീട് ബിജുവിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്ത് ഇല്ലാതെ, അതായത് പബ്ലിക് ഡൊമൈനിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ബിജു രാധാകൃഷ്ണൻ പോവുകയും ചെയ്തിരുന്നു. മറുവശത്ത് സരിത എസ് നായരാവട്ടെ പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ കോടതി വിധികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ അവർ പുറത്ത് ഉണ്ടായിരുന്നു. ഒപ്പം അവരുടെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാവുകയും ഒരു മരണത്തിനടുത്തേക്ക് എത്തിയെന്ന രീതിയിലൊക്കെ അവർ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും ചെയ്യുന്നതൊക്കെ കാണുകയും അവർക്ക് ചികിത്സാ സഹായമൊക്കെ തേടി ചിലർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കണ്ടതാണ്. എന്തായാലും ആ സമയത്താണ് സ്വാഭാവികമായി സരിത ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മറുവശത്തുള്ള ബിജു രാധാകൃഷ്ണൻ എവിടെയെന്ന ഒരു ചോദ്യം നമുക്ക് മുന്നിൽ മുഴങ്ങിക്കേൾക്കുകയും ബിജു രാധാകൃഷ്ണനെ തെരഞ്ഞുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ആദ്യഘട്ടത്തിൽ ബിജുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരങ്ങൾ ഒരിടത്തും ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു രാധാകൃഷ്ണനല്ല, ബിജു ജോർജ് എന്ന പേരിലേക്ക് അയാൾ തൻ്റെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നു. ഒപ്പം ഈ സന്നദ്ധ സംഘടനകൾക്ക് ഫണ്ട് ലഭ്യമാക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പുതിയ ജോലിയിലേക്ക് അയാൾ കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് നമ്മൾ ഈ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ബിജുവിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ദിവസങ്ങൾ നീണ്ട ഒരു അന്വേഷണമായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും ബിജു രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ ബിജുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് ചെല്ലാനോ നമ്മൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം കൃത്യമായ നിരീക്ഷണത്തിന് ശേഷം ഈ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വശവതരാകാൻ തക്കവണ്ണം സാമ്പത്തിക സ്ഥിതിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഇത്തരം ട്രസ്റ്റുകളെ അകത്തേക്ക് കയറ്റിവിടുക. ആദ്യ 2-3 ട്രസ്റ്റുകളുമായി നമ്മൾ പോയപ്പോഴൊന്നും അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ട്രസ്റ്റുമായി പോയപ്പോൾ ആദ്യ ദിനം ബിജുവിനെ കാണാൻ അല്ലെങ്കിൽ സിഇഒയെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാണ്. പക്ഷേ 36 കോടി രൂപയുടെ ഇടപാടുകൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ വലിയ താല്പര്യം പ്രകടമാക്കുകയും ഞാൻ എത്തിച്ച ആ ട്രസ്റ്റ് ഭാരവാഹിയോട് കൊച്ചിയിൽ തന്നെ തുടരാൻ പറയുകയും പിറ്റേ ദിവസം രാവിലെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുകയുമാണ്. അത്തരമൊരു കൂടിക്കാഴ്ചയിലാണ് നമ്മൾ
നമ്മൾ മുമ്പേ കണ്ട രീതിയിലുള്ള പരാമർശങ്ങൾ, അതായത് യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധം, BJP നേതാക്കളുമായി അടുത്ത ബന്ധം, ഒരു 3000 കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ 1500 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതർക്ക് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, സംസ്ഥാന സർക്കാരിന് ഫണ്ട് അപര്യാപ്തതയുള്ളതിനാൽ ഈ ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത് താനാണ് എന്ന് പറയുക. അങ്ങനെ കോടികളുടെയും ലക്ഷങ്ങളുടെയും ഇടപാടുകളൊക്കെയാണ് ബിജു രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിജുവിൻ്റെ കച്ചേരിപ്പടിയിലുള്ള NHF എന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസാണ്. നേരത്തെ നമ്മൾ കണ്ടത് കാക്കനാട് റേക്ക ക്ലബിന് അടുത്തുള്ള ഒരു മെറിഡിയൻ എന്ന പേരിലുള്ള ഇതിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണ്. ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ 4 ഓഫീസുകളാണ് ബിജു രാധാകൃഷ്ണൻ്റെ ഈ സ്ഥാപനത്തിനുള്ളത്. ബിജു ഈ സ്ഥാപനത്തിൻ്റെ CEO എന്നാണ് സ്വയം എല്ലാവരോടും പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ രണ്ടാമത്തെ ഓഫീസാണിത്. ആദ്യ ഓഫീസ് ഈ വിവരങ്ങൾ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പൂട്ടുകയും ജീവനക്കാരി ലൈറ്റ് പോലും ഓഫാക്കാതെ ഗേറ്റ് പൂട്ടി സ്ഥലം വിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടേക്ക് അവരാരും തിരിച്ച് എത്തിയില്ല. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം വിവരങ്ങൾ ആരായുകയും ആ ഓഫീസിൽ പോയി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഓഫീസിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏതാനും ജീവനക്കാർ ഇപ്പോൾ ഉണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ ഈ ജീവനക്കാരോട് ഇതിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ആരുമില്ല, അവർ എത്തുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ആരും എത്തിയിട്ടില്ല. എന്തായാലും നമ്മൾ അകത്തേക്ക് പോകുന്നില്ല. ഇപ്പം ഈ ഓഫീസ് ഉണ്ട്. വളരെ വൃത്തിയുള്ള, അത്യാവശ്യം താരതമ്യേന ചെലവുള്ള ഒരു ഓഫീസാണ്. കച്ചേരിപ്പടിക്കടുത്ത് പ്രൊവിഡൻസ് റോഡിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പനമ്പള്ളി നഗറിലും MG റോഡിലും ഓരോ ഓഫീസ് കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചെന്നൈയിലും ബംഗളൂരുവിലുമടക്കം ഓഫീസുണ്ട്. ഹൈദരാബാദിൽ ഓഫീസിൻ്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും വളരെ വിപുലമായ ഒരു സാമ്രാജ്യമാണ് ബിജു രാധാകൃഷ്ണൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഓർക്കുക, സോളാർ കേസ് നടന്നപ്പോൾ, അല്ലെങ്കിൽ സോളാർ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന ബിജുവിൻ്റെ ഭാഷയിൽ തന്നെ അങ്ങനെ നിന്ന ഒരാളാണ്. ഈ തട്ടിപ്പിൽ കാശ് നഷ്ടപ്പെട്ടവർക്ക് ഒരു തരത്തിലും മടക്കി നൽകാൻ പണം തൻ്റെ പക്കലില്ല എന്ന് പറയുകയും ആ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളാണ്. അയാൾ ഇത്ര ശരവേഗത്തിൽ ഇത്രയധികം ഓഫീസുകൾ തുറക്കുക, ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുക, മറ്റ് സ്വത്തുവകകൾ സമ്പാദിക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു നേരായ വഴിയിലൂടെ അല്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അത്തരമൊരു അന്വേഷണത്തിലാണ് നമുക്ക് നേരിട്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സാധാരണ ഗതിയിലുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഈ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ട്രസ്റ്റുകൾക്ക് ഫണ്ടിങ് നൽകാമെന്ന് പറയുന്ന ഈ NHFL NGO ഹെൽപ്പ് പോലുള്ള ഈ ഇത്തരം സംഘടനകളിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ 2.5 ലക്ഷം രൂപയാണ് പ്രോജക്റ്റിന് ചിലവാക്കേണ്ട പണം എന്ന രീതിയിൽ ഈടാക്കുന്നത്. അത് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക, ജിയോ ടാഗിംഗ് നടപ്പിലാക്കുക, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞാണ് അത്തരത്തിൽ ആദ്യം പണം ഈടാക്കുന്നത്. ഇത്തരത്തിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പിന്നീട് അന്താരാഷ്ട്ര രംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളിൽ നിന്നും 1500 കോടി, 2000 കോടി, 3000 കോടി എന്നൊക്കെയുള്ള രീതിയിലുള്ള സഹായം നിങ്ങളുടെ സന്നദ്ധ സംഘടനയ്ക്ക് ലഭിക്കും. പക്ഷേ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായി നേരത്തെ നൽകണമെന്ന് ആവശ്യപ്പെടും. അത്തരത്തിൽ കമ്മീഷനായി പല തവണയായി 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി രൂപയൊക്കെ കൈപ്പറ്റുന്നു. ഒരു തവണ 2 ലക്ഷം, 3 ലക്ഷം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പണം വാങ്ങുന്നത്. പല ഘട്ടങ്ങളിലായാണ് ഈ പണം വാങ്ങുന്നത്. പണം പൂർണ്ണമായി നൽകി കഴിഞ്ഞാൽ മാത്രമേ ഫണ്ടിങ്ങിന് അനുമതി ഉണ്ടാവൂ, അല്ലെങ്കിൽ ഫണ്ടിങ് ലഭിക്കൂ എന്നാണ് പറയുന്നത്. അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്ന കഥകൾ മുഴുവൻ കോടികളുടെ കഥകളാണ്. 1500 കോടിക്ക് അമൃത ഗ്രൂപ്പിന് ഫരീദാബാദിൽ ആശുപത്രി ഉണ്ടാക്കി നൽകിയത് താനാണ്. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ പ്രോജക്റ്റുകൾ മുഴുവൻ ചെയ്യുന്നത് താനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഗോത്രമേഖലയിലെ പ്രോജക്റ്റുകൾ മുഴുവൻ ചെയ്യുന്നത് താനാണ്. താൻ 15 വർഷം മാഞ്ചസ്റ്ററിൽ NHFൻ്റെ CEO ആയി പ്രവർത്തിച്ച ശേഷമാണ് കേരളത്തിലേക്ക് എത്തിയത്. ആലപ്പുഴ സ്വദേശിനിയായ തൻ്റെ സഹോദരി അവിടെ SBIയിലെ മാനേജറാണ്. തൻ്റെ സഹോദരി ഭർത്താവ് ഇൻകം ടാക്സിലെ കമ്മീഷണറാണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കഥകളാണ് ബിജു പറയുന്നത്. പേര് തന്നെ മാറ്റി ബിജു ജോർജ് എന്ന പേരിൽ നമുക്കറിയാം. സോളാർ തട്ടിപ്പ് കാലത്ത് ഡോക്ടർ RB നായർ എന്ന പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. അന്ന് കൂട്ടാളി സരിത S നായരായിരുന്നു. അതിനിടുണ്ടായ സംഭവവികാസങ്ങളൊക്കെ അറിയാം. അതിന് മുൻപുണ്ടായ സംഭവവികാസങ്ങൾ, ഇപ്പോഴത്തെ ഒരു മന്ത്രിയെ വീട്ടിൽ പോയി തള്ളിയ വിവാദ നായകൻ കൂടിയാണ്. അങ്ങനെ നമുക്കറിയാം, മലയാളികൾക്ക് വളരെ എല്ലാവർക്കും ഈ ബിജു രാധാകൃഷ്ണൻ എന്ന പേരറിയാം, ഇയാളെ കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പോൾ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാൾ പുതിയ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയത് മനസ്സിലാക്കാൻ പോലും
ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ബിജു രാധാകൃഷ്ണൻ്റെ കൂട്ടാളികൾ, ഈ തട്ടിപ്പിൻ്റെ കൂട്ടാളികൾ ആരൊക്കെയാണ്? ഒരു അഭിഭാഷകയുടെ വാഹനമാണ് ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റാർക്കൊക്കെ ഈ കേസിൽ ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ടോം, ബിജു രാധാകൃഷ്ണനെ പലർക്കും കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്നത് തന്നെയാണ് പലരും പറയുന്നത്. പ്രത്യേകിച്ചും ഈ ബിജുവിൻ്റെ കാക്കനാട്ടെ സ്ഥാപനത്തിൻ്റെ തൊട്ട് എതിർവശം താമസിക്കുന്നത് അയൽവാസികൾ അടക്കമുള്ളവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് ബിജു രാധാകൃഷ്ണനാണ് എന്നത്. ഒപ്പം ഈ മലപ്പുറത്തെ കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് പോലും വലിയ അത്ഭുതമാണ്. അവർ ഞെട്ടിപ്പോയി. ബിജു രാധാകൃഷ്ണനാണോ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ക്ലാസ് എടുത്തത് എന്നോർത്തവർ ഞെട്ടിപ്പോയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പഴയ ലുക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു. മുടി പറ്റ പോയ മുടിയുടെ സ്ഥാനത്ത് മുടിയുണ്ട്. ഒപ്പം നിറം വലുതായി വെച്ചിട്ടുണ്ട്. ഒപ്പം മറ്റു ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് വലിയ തോതിൽ മാറിയിട്ടുണ്ട്. സംസാരവും മറ്റുമൊക്കെ ആ രീതിയിലാണ്. നമുക്കറിയാം, ഏറെ വാചാലമായി സംസാരിക്കുന്ന ആളാണ്. സോളാർ കാലത്തും ഇതുപോലെ വാചാലമായി സംസാരിച്ചാണ് ആളുകളെ വീഴ്ത്തുകയും പലർക്കും പണം നഷ്ടമാവുകയും ചെയ്ത് അധികാര സ്ഥാനങ്ങളിലെ സ്വാധീനമടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാട്ടിയാണ് അത്ര വലിയ ഒരു തട്ടിപ്പിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും കേവലം ഒറ്റയ്ക്കല്ല ഇവിടെ ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകയുടെ വലിയ സാന്നിധ്യം ഈ തട്ടിപ്പ് കാര്യങ്ങളിൽ ഉണ്ട്. ഒപ്പം വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം ബിജുവിന്റെ സാമ്രാജ്യത്തിലുണ്ട്. നമ്മൾ ഈ ഒരു അപ്പുറം മറ്റേതെങ്കിലും ഉന്നതർക്ക് ഈ തട്ടിപ്പ് പങ്ക് കാണുമോ? മാത്രമല്ല, ഇപ്പോൾ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേതൊക്കെ ഇയാളുടെ തട്ടിപ്പ്, അതായത് എറണാകുളം ജില്ലയിൽ മാത്രം 4 ഓഫീസുകളുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, മറ്റെവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്? നിലവിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുക? ടോമോ, വളരെ ഉന്നത സ്വാധീനം ഇക്കാര്യങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ പേര് വിവരങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്ര ഒരു കൃത്യതയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഇവരുടെ ടീമിൽ ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴയിൽ നിന്നുള്ള വേണുഗോപാൽ എന്നാണ് കാര്യങ്ങൾ നോക്കുന്നത്. മറ്റ് ബെർലിൻ എന്ന പേരിലുള്ളൊരു മറ്റൊരു ആൾ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരാണ് പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവരുടെ തന്നെ വാക്കുകളിൽ ഉന്നത തലത്തിലുള്ള പലവിധ സ്വാധീനങ്ങളുണ്ട്. അത്തരം സ്വാധീനങ്ങൾ ഉപയോഗിച്ചാണ് ഫണ്ട് അനുവദിക്കുന്നതും ആളുകളുടെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് അനുമതി നേടി നൽകാൻ കഴിയുന്നതുമൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിലൊരു വലിയ സിൻഡിക്കേറ്റ് തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇത്ര വർഷം ജയിലിൽ കിടന്ന ഇത്രയും വലിയ തട്ടിപ്പുകാരനായ ബിജു രാധാകൃഷ്ണൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റൊരു വിപുലമായ സാമ്രാജ്യം, അതും കൊച്ചി നഗരത്തിൽ എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, പ്രധാനപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഈ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ഈ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ടുകൾ എന്നിവയൊക്കെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അനന്തകൃഷ്ണൻ എന്ന ഒരു CSR തട്ടിപ്പുകാരൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അയാൾ വലിയ ഒരു സന്നദ്ധ സംഘടനകളെ സഹായിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നിലനിന്ന ആളാണ്. അവിടെ പക്ഷേ ഈ സൈക്കിളും സ്കൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നൽകാമെന്ന് പറഞ്ഞാണ് സ്ത്രീകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി വിപുലമായ ഒരു സംവിധാനമാണ്. കാരണം കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനാ ഭാരവാഹികളാണ് ഇവിടെ എത്തിയിരുന്നത്. അവരൊക്കെ വലിയ തോതിൽ പ്രവർത്തിച്ച് വരുന്നവർ, വലിയ സാമ്പത്തിക അടിത്തറയുള്ളവരൊക്കെയാണ് വന്നിരുന്നത്. അവർ വന്നു അവർക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി നൽകുന്നു. പിന്നീട് ഈ 1500-2000 കോടി രൂപ സംഘടനയുടെ അക്കൗണ്ടിലെത്തും. അതിനു മുമ്പ് ഒരു കമ്മീഷൻ പണമായി അല്ലെങ്കിൽ ഈ മേലെ തട്ടിൽ കൊടുക്കേണ്ട ഒരു കമ്മീഷനെ കുറിച്ചൊക്കെ പറയുകയും അത്തരത്തിൽ പണം വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും ഈ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ പോലും ഒരു പക്ഷേ ആ സംഘടനകൾക്ക് ഇത് പുറത്തു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.